അറിഞ്ഞോ? മാധവ മാഷ് പോയി. ഏത്, നമ്മുടെ സ്കൂളിലെ മാഷോ? അതെ. എന്താ പെട്ടെന്ന്? അറിയില്ല. രാവിലെ പാൽക്കാരൻ വന്നപ്പോൾ അനക്കമില്ലാണ്ട് കിടക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം കവലയിൽ കണ്ടതാണല്ലോ. ആ വലിയ വീട്ടിലെ മാഷ് ഒറ്റയ്ക്കല്ല താമസം? മക്കളാരും വന്നിട്ടില്ലേ? ഇല്ല, അറിയിച്ചിട്ടുണ്ട്. രണ്ടുപേരും നല്ല നിലയിലല്ലേ. മാത്രമല്ല ഒരുപാട് ദൂരവും. ഉടനെ എത്തും. മുറ്റത്ത് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. മാഷി പഠിപ്പിച്ച കുട്ടികളും നാട്ടുകാരും എല്ലാവരും നിശബ്ദരായി നിൽക്കുന്ന. പലരും മാഷിയുടെ സമ്പാദ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മാഷിന് എന്തിൻ്റെ കുറവാ? മാസം നല്ല പെൻഷൻ കിട്ടുന്നില്ലേ? പിന്നെ എന്തിനാണാവോ ആ മനുഷ്യൻ ഇത്ര പിശുക്കി ജീവിക്കുന്നത്? നല്ലൊരു ഉടുപ്പ് പോലും ഇട്ട് കണ്ടിട്ടില്ല. എല്ലാം മക്കൾക്ക് വേണ്ടി കരുതി വെച്ചതാവും. ചർച്ചകൾ മുഴുകുന്നു. ആളുകൾ മാഷിയുടെ പഴയ പൊട്ടിയ കസേരയിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. ഉച്ചയോടെ കാറുകളുടെ ഇരമ്പൽ കേട്ടു. മാഷിയുടെ മകൻ സുരേഷും മകൾ സുജയും എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ബഹുമാനത്തോടെ മാറി നിന്നു. അച്ഛൻ്റെ മൃതശരീരം കണ്ട് അവർ ഒന്ന് കരഞ്ഞു. പക്ഷെ ആ കണ്ണുകളിൽ സങ്കടത്തേക്കാൾ തിരക്കായിരുന്നു കണ്ടത്. സംസ്കാരം കഴിഞ്ഞു. ആളുകൾ പിരിഞ്ഞു തുടങ്ങി. അടുത്ത ബന്ധുക്കളും മക്കളും മാത്രം ബാക്കി. വീടിൻ്റെ അലമാരകളും പെട്ടികളും തുറക്കുന്ന ശബ്ദം പുറത്തേക്ക് കേൾക്കാം. മക്കൾ അച്ഛൻ്റെ സമ്പാദ്യം തിരയുകയാണ്. പാസ്ബുക്കുകൾ, ആധാരങ്ങൾ, പണം. പക്ഷെ അവർക്ക് ലഭിച്ചത് നിരാശ മാത്രം. പെട്ടികളിൽ പഴയ പുസ്തകങ്ങളും കുറച്ച് തുണികളും മാത്രം. അച്ഛനാ കാശൊക്കെ എന്ത് ചെയ്തു? മകൻ ദേഷ്യത്തോടെ ചോദിച്ചു. മാസം ഇത്രയും പെൻഷൻ കിട്ടിയിട്ട് ഒന്നും ബാക്കിയില്ലേ? മകളും മുറുമുറുക്കുന്നു. അപ്പോഴാണ് മാഷയുടെ എക്കാലത്തെയും സുഹൃത്തായ ശങ്കരമാഷ് അവിടേക്ക് വന്നത്. കയ്യിലൊരു ചെറിയ ഡയറി ഉണ്ടായിരുന്നു. ഇത് മാധവൻ എനിക്ക് തന്നതാ, നിങ്ങൾ വന്ന് ഏൽപ്പിക്കാൻ പറഞ്ഞു. മകനത് വാങ്ങി ദേഷ്യത്തോടെ തുറന്നു. അതിൽ പണം വെച്ച കണക്കുകളല്ലായിരുന്നു, മറിച്ച് അവസാനത്തെ പേജിൽ വിറക്കുന്ന കൈകളാൽ മാഷെഴുതിയ വരികളായിരുന്നു. മക്കളെ, കഴിഞ്ഞ മാസത്തെ പെൻഷൻ കൂടി നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് അയച്ചു തന്നിരുന്നു. സുരേഷിന് കാറ് വാങ്ങാനും സുജയ്ക്ക് ഫ്ലാറ്റ് വാങ്ങാനും എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ തന്നു കഴിഞ്ഞു. ഈ മാസം മരുന്ന് വാങ്ങാൻ പോലെ എൻ്റെ കയ്യിൽ കാശില്ല കുട്ടികളെ. വിശപ്പ് മാറ്റാൻ പലപ്പോഴും വെള്ളം മാത്രമാണ് കൂട്ട്. നിങ്ങൾ വലിയ നിലയിലാണെന്ന് നാട്ടുകാർ പറയുമ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാണ് വിശന്ന കാര്യം പോലും പറയായിരുന്നത്. ആ കത്ത് വായിച്ച് മക്കളും മരവിച്ചു നിന്നു. അച്ഛൻ പിശുക്കനായിരുന്നില്ല, മക്കളുടെ ആർത്തിക്ക് മുമ്പിൽ പട്ടിണി കിടന്നതായിരുന്നു. ആ വലിയ വീടിൻ്റെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ കരിപിടിച്ച പാത്രങ്ങളിൽ വറ്റിയ കഞ്ഞിവെള്ളത്തിൻ്റെ പാടുകൾ മാത്രം കാണാം. അലമാരയിൽ സൂക്ഷിച്ചു വെച്ച മുഷിഞ്ഞ നോട്ടുകൾക്ക് പകരം അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ ഡയറിത്താളുകൾ അവരെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. മാധവ മാഷ് ബാക്കി വെച്ചത് പണമല്ലായിരുന്നു, ആരും കാണാതെ പോയ കണ്ണീരായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.